താഴത്തങ്ങാടി ജലോത്സവം ശനിയാഴ്ച നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും 123ാമത് കോട്ടയം മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനവും മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. കളക്ടർ ജോൺ വി സാമുവൽ പതാക ഉയർത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബിന്ദു മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ജലഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഫ്രാൻസിസ് ജോർജ് MP നിർവഹിക്കും. ജില്ലാ പോലീസ് ചീഫ് A ഷാഹുൽ ഹമീദ് സമ്മാനദാനം നടത്തും. സ്റ്റീൽ സ്റ്റാർട്ടിംഗ് സംവിധാനം, 3 ട്രാക്കുകൾ, ഫോട്ടോ ഫിനിഷിംഗ്, റിമോട്ട് മാഗ്നറ്റിക് ടൈമിംഗ് സിസ്റ്റം എന്നിവ വള്ളംകളിക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. മുഖ്യ പവലിയനിൽ 400 പേർക്ക് ഇരുന്ന വള്ളംകളി കാണാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി താഴത്തങ്ങാടി വള്ളംകളിയാണ്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മഹാരാജാവിൻ്റെ കാലത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള വള്ളംകളിയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നടത്തണം. വിശദാംശങ്ങളൊക്കെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടിലെടുത്തുണ്ട്. അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് അറിയണമെങ്കിൽ ചോദിച്ചോളൂ, അതുകൂടി പറയാം. 9 ചുണ്ടവള്ളങ്ങളും 3 ട്രാക്കിലായിട്ട് പോകാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ആ രൂപത്തിൽ തന്നെ എല്ലാം ക്രമീകരിച്ച് പോകുകയാണ്. എല്ലാ രൂപത്തിലും നമ്മൾ ഭംഗിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. അതേസമയം വള്ളപ്പാട്ട് മത്സരമുണ്ട്, വഞ്ചിപ്പാട്ട് മത്സരമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമുണ്ട്, കലാപരിപാടികളും എല്ലാം. അങ്ങനെ ആഘോഷമായിട്ട് നാടിൻ്റെ ഒരു ആഘോഷം എന്നുള്ള നിലയിലാണ് ഈ ചരിത്ര പ്രധാനമായ വള്ളംകളി നടത്തുന്നത്. വള്ളംകളിക്ക് പ്രാരംഭമായി വെള്ളിയാഴ്ച രാത്രി 7-ന് വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിക്കും. ഉദ്ഘാടന വേളയിലും ഇടവേളകളിലും വള്ളംകളിയുടെ മാറ്റുകൂട്ടാൻ നൃത്തരൂപങ്ങൾ, ശിങ്കാരിമേളം, ജല അഭ്യാസ പ്രകടനങ്ങൾ എന്നിവയും ഒരുക്കും. വാർത്താസമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോട്ടയം വെസ്റ്റ് ക്ലബ് പ്രസിഡന്റ് KG കുര്യച്ചൻ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ KC ജോർജ്, കോർഡിനേറ്റർമാരായ ലിയോ മാത്യു, സുനിൽ എബ്രഹാം, കോട്ടയം വെസ്റ്റ് ക്ലബ് സെക്രട്ടറി അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു.